പള്ളിപ്പുറം പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് നിഷാനിലി. നമുക്കിപ്പോൾ നമ്മൾ 5 വർഷം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നുവെച്ചാൽ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ ഓരോരുത്തർ ഇപ്പോൾ ഈ ഭാഗത്തെ കാര്യം പറയാനാണെങ്കിൽ നമുക്കൊരു വഴി ഇല്ലാതിരുന്നൊരു സ്ഥലമാണ് ഈ വശം. എന്നുവെച്ചാൽ ഇവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മരിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുപോകാൻ അതിനുള്ള സ്ഥലമില്ല. ചുമന്ന് വണ്ടി കയറില്ല, ഒരു ഓട്ടോ വരെയും വരാത്തൊരു സ്ഥലമായിരുന്നു. ആ ബോഡി അവർ ചുമന്നാണ് അപ്പുറത്ത് ആ റോട്ടിൽ എത്തിച്ചിരുന്നത്. അപ്പോൾ അത് 10-20 വർഷമായി ഈ ഒരു സ്വപ്നമായിരുന്നു ഇവിടുത്തെ ആളുകളുടെ. അത് നമ്മളിപ്പോൾ MLA ഫണ്ടാണിത്. നമുക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് വർക്കിൻ്റെ ഒരു ഇതിലാണ് നമ്മളിത് ചെയ്തേക്കണം. സൈഡ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ കലിങ്ക് കുറച്ചും കൂടി ഉണ്ട് നമുക്ക് ആ റോഡ് പൂർത്തീകരിക്കാനായിട്ട്. അതുവരെയും ഒരു 175 മീറ്റർ റോഡും കലിങ്കും സൈഡ് പ്രൊട്ടക്ഷനും കൂടിയാണ് ചെയ്തേക്കണം. 54 ലക്ഷം രൂപ നമുക്ക് MLA ഫണ്ട് അനുവദിച്ചതിൻ്റെ പേരിലാണ് നമുക്കത് ഇത്രയും ഭംഗിയാക്കിയൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊന്നും വെട്ടമുണ്ടായിരുന്നില്ല. ലൈറ്റ് നമുക്ക് പോസ്റ്റ് ഇട്ട് അറ്റം വരെ പോസ്റ്റ് ഇട്ട് നമ്മൾ സ്ട്രീറ്റ് ലൈൻ വലിച്ച് തെരുവിളക്കുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പുറത്തും അതുപോലെ തന്നെ റോഡ് 20 ലക്ഷത്തിൻ്റെ ഒരു സംയുക്ത ഫണ്ടാണ്. അത് 6-7 വരുന്ന അതിരാണ് അംഗനവാടി, ഉദയ അംഗനവാടിയാണ് ആ ഭാഗത്ത് വരുന്നത്. അംഗനവാടിയിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇങ്ങോട്ടുള്ള റോഡും ഒരു കാനയും നല്ല രീതിയിൽ തന്നെ അതും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ കയറിയ സമയത്തൊക്കെ കോവിഡ് സമയമായിരുന്നു ഫസ്റ്റ്. അതിന് നല്ലൊരു പ്രവർത്തനം ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. ഒരുപാട് ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ പ്രവർത്തനമൊക്കെ നടത്തി. എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു. അവർക്ക് മരുന്നെത്തിക്കാനും ഭക്ഷണം എത്തിക്കാനാണെങ്കിലും നമ്മുടെ കൂടെ ഒരുപാട് ചെറുപ്പക്കാരും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതൊക്കെ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ കുടിവെള്ളമില്ലാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു ഞാൻ കയറിയ സമയത്ത്. അപ്പോൾ ജൽജീവൻ മിഷൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ. അപ്പോൾ ഓരോ വാർഡിലും മെമ്പർമാരോട് പറഞ്ഞിട്ട് ആ വാർഡിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്ത് പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ 6ാം വാർഡിൽ നിന്ന് ഒരു 46 പേർക്ക് ആ ഒരു പദ്ധതി വഴി നമുക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ലൈഫിൻ്റെ വീടാണെങ്കിൽ ഒരു 12 പേര് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു 4 പേർക്കും കൂടി എഗ്രിമെൻറ്റ് വെക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു അംഗനവാടിക്ക് നമ്മൾ സ്ഥലം വാങ്ങിച്ച് 3.5 സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് വിഹിതം 2 ലക്ഷവും അതുപോലെ ജനപങ്കാളിത്തത്തോടും കൂടി 3 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ച് അതിന് MLA ഫണ്ട് 30 ലക്ഷം സ്മാർട്ട് അംഗനവാടി ആക്കാനായിട്ട് 30 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈൻ ഇല്ലാത്തൊരു 5 ഭാഗത്ത് നമ്മൾ പോസ്റ്റിട്ട് ലൈൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 6ാം വാർഡിൽ വേറെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ഭാഗം ഇനി ഇല്ല. പിന്നെ നമുക്ക് റോഡുകളുടെ മുഴുവനാക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും 5 വർഷം കൊണ്ട് നമുക്ക് തീരൂല, ഇനിയും ഉണ്ട്. ഇപ്പോൾ പുതിയൊരു റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെയിൻ്റനൻസ് നമുക്ക് 5 വർഷം കൊണ്ട് ഒരു 6 റോഡ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. 5 റോഡ് പുതിയ റോഡും ആണിത് NREGSൻ്റെയും അതുപോലെ തന്നെ MLA ഫണ്ടിൻ്റെ വെച്ച് ചെയ്ത് ബ്ലോക്കിൻ്റെ ഒരു സൈഡ് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരു കലിങ്കും അങ്ങനെ ഒരു 6 റോഡ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുതിയ 2 വർക്കും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫ്ലഡിൻ്റെ ഞങ്ങൾ കയറിയ സമയം തന്നെ ഫ്ലഡിൻ്റെ ഒരു 10 ലക്ഷം അനുവദിച്ചിട്ട് നമുക്ക് 3 റോഡ് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ 5 വർഷം കൊണ്ട് ഒരുമാതിരി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വാർഡിൽ നടത്താനായിട്ടുണ്ട്. എങ്കിലും പരമാവധി നമ്മൾ പഞ്ചായത്ത് വിഹിതവും ബ്ലോക്കിൻ്റെ ആണെങ്കിൽ ഏത് വിഹിതവും നമ്മൾ വകയിരുത്തി നമ്മുടെ വാർഡിൽ അത് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഗ്രാമസഭാ ലിസ്റ്റിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ ഓരോ വർഷവും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് അത് നമുക്ക് 2 എണ്ണം വെച്ച് തന്നെ ഓരോ വർഷവും കിട്ടിയിട്ടുണ്ട്. ലാപ്ടോപ്പ് കൂടുതൽ വരുമ്പോൾ നമുക്ക് നറുക്കിടുമ്പോൾ 6ാം വാർഡിന് എന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു 8-9 ലാപ്ടോപ്പ് നമ്മളിപ്പോൾ ഈ 5 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 എണ്ണം വെച്ച് കിട്ടിയാറാണ് ഓരോന്നാണ് നമുക്ക് അനുവദിച്ചിരുന്നത്. കൂടുതൽ വരുമ്പോൾ നമുക്ക് അതുപോലെ കൊടുക്കാറുണ്ട്. 9 ലാപ്ടോപ്പോളം നമ്മൾ 5 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫർണിച്ചർ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചർ ഇപ്പോൾ SC ഇതിന് വാട്ടർ ടാങ്ക് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും വാട്ടർ ടാങ്ക് ഇപ്പോഴത്തെ പുതിയൊരു ഇതിൽ 7 പേർക്ക് നമുക്കത് പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ കൊടുത്ത് എല്ലാ വർഷവും ഇപ്പോൾ പുതിയ പ്രോജക്റ്റാണ് 2 വർഷമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്കൊക്കെ അനുവദിച്ചേക്കണം. അതുപോലെ തന്നെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഒരുമിക്ക ആളുകൾക്കും നമ്മൾക്ക് പച്ചക്കറി തൈ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചട്ടിയിൽ പച്ചക്കറിയുടെയും അതുപോലെ മൃഗസംരക്ഷണ ഇതിലാണെങ്കിലും മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പോത്തുംകുട്ടി, കോഴി, പശു ഇതെല്ലാം നമുക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ വാർഡിൽ ഓരോരുത്തർക്കും അതായത് അർഹതയുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്.
5 വർഷങ്ങളായിട്ട് ഇവിടെ നല്ല വികസന പ്രവർത്തനം നടക്കുന്നത്. ഈ വഴി ഒരിക്കലിൽ ഓട്ടോറിക്ഷ വരും വരാത്തൊരു വഴിയായിരുന്നു. ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരുമായിരുന്നില്ല. ഇപ്പം നല്ല വഴി നല്ല സൗകര്യങ്ങളായിട്ടുണ്ട്. ഈ വഴിയും അതുപോലെ തന്നെ അതിൻ്റെ 2-3 അങ്ങാപ്പുറമുള്ള വഴികളെല്ലാം നന്നായിട്ടുണ്ട്. കൂടാതെ ആ ഭാഗത്തേക്ക് പോകാനായിട്ട് വഴി ഉണ്ടായിരുന്നില്ല. ഈ കലങ്കം വന്നതിന് ശേഷം അവിടെയുള്ള ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ സൗകര്യമായിരുന്നു. പലപ്പോഴും അവിടെ മരണമുണ്ടായിട്ട് ആ ബോഡിയൊക്കെ കുറേ ഒരു 10-100 മീറ്ററോളം ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരേണ്ട ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ അവരുടെ വികസന പ്രവർത്തനങ്ങൾ വീട് പണിയാനും കാര്യങ്ങൾക്കൊക്കെ വണ്ടി അവരുടെ മുറ്റത്തിയാലും എല്ലാം സൗകര്യങ്ങളായിട്ടുണ്ട്. അതിന് ശരിക്കും മെമ്പറുടെ പ്രവർത്തനത്തിന് വളരെ നന്ദിയുണ്ട്. തുടർന്നും ഇനിയും ഈ വികസന പ്രവർത്തനം പോരാത്തയും കൂടി അടുത്തതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആദ്യമൊക്കെ എല്ലാവർക്കും കുറേ കുടുംബക്കാർക്കൊക്കെ അതിനോട് യോജിപ്പില്ലായിരുന്നെങ്കിലും ഇപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പരമാവധി ആളുകൾ അവരോട് സഹകരിച്ച് പോകുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം അതുപോലെ തന്നെ എല്ലാ വീടുകളിലും കയറി അവരുടേതായ പ്ലാസ്റ്റിക് എടുത്ത് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ട് പോണത്. അല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ 19 പേരാണ് ഇപ്പോൾ നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുള്ളത്. അവരാണെങ്കിലും എല്ലാ കാര്യങ്ങളും വാർഡിൽ നല്ല 6-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പഞ്ചായത്തിലാണെങ്കിലും അറിയാതെ ഏതൊരു വർക്കും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ ആശാവർക്കർമാരും അവരുടേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മെമ്പർമാരായിട്ട് ആലോചിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞ് അവരും എന്ത് കാര്യം ഉണ്ടെങ്കിലും മെമ്പർമാരെ വിളിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തന്നെയാണ് വാർഡിലെ ഓരോ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പറയുമ്പോൾ ആശാവർക്കർമാരെ ബന്ധപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ അവരോട് വിളിച്ച് പറഞ്ഞ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരും ചെയ്ത് എല്ലാ രീതിയിലും ഹെൽത്തായിട്ടാണെങ്കിലും നമ്മളതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് ഹെൽത്തിൽ ആണെങ്കിൽ ബന്ധപ്പെട്ട് തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ SC/ST വിഭാഗം നമ്മൾക്ക് ഇവിടെ ഇല്ല. SC ആയിട്ടൊരു 35-40 കുടുംബക്കാരുണ്ട്. അപ്പോൾ SCക്ക് അവിടെ ഒരു സൈഡ് കട്ടിൻ്റെ ഇതായിട്ട് നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 10 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. 10 വീട്ടുകാർ അവിടെ ഉണ്ട് SC കുടുംബങ്ങൾ. അവരുടെ ഒരുപാട് വെള്ളം കയറി അവരുടെ വീടുകളൊക്കെ മുങ്ങണ കാരണം നമുക്ക് ആ വേലിയേറ്റ സമയത്ത് കവിഞ്ഞ് പോരുന്ന കാരണം ആ ഭാഗമൊന്ന് സൈഡ് കെട്ടാനായിട്ടാണ് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ 7 ലക്ഷം അനുവദിച്ചിട്ട് നമുക്ക് അവരുടെ കോൺട്രാക്ടർമാർ വന്ന് നോക്കിയെങ്കിലും വർക്ക് എടുത്തിട്ടില്ല. ആ ഭാഗത്താണെങ്കിൽ ഇപ്പോൾ SC ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് വീട് മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജനറലിനും വീട് മെയിൻ്റനൻസ് ഉണ്ട്, SC വിഭാഗത്തിനും വീട് മെയിൻ്റനൻസ് ഉണ്ട്. അതിദരിദ്രരുടെ ഒരാളുടെ പേരാണ് നമ്മളന്ന് എടുത്തത്. തീരെ ഇതില്ലാത്ത ആളുകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് വന്നത്. ആ ആൾ മരിച്ചുപോയി. അത് അതിദരിദ്രരുടെ ലിസ്റ്റിൽ പെടുത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ മരിച്ചുപോയ കാരണം പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ പെൻഷൻ കിട്ടാത്ത 1-2 പേര്, അതായത് അവർക്ക് വർഷങ്ങളായി പെൻഷൻ കിട്ടാതെ ഇരുന്നിട്ട് 10-15 വർഷമായി ഭർത്താവ് ഉപേക്ഷിച്ച് പോയേക്കണതാണ്. അത് കഴിഞ്ഞ തവണ അവർ അപേക്ഷിച്ചിട്ടൊന്നും പെൻഷൻ കിട്ടിയിട്ടില്ല. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ റിസ്ക് എടുത്ത് പെൻഷൻ കിട്ടാവുന്നവർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് പെൻഷനാണ് അപേക്ഷ വെക്കുന്നത്. അവർക്കൊക്കെ പെൻഷൻ എത്തിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ പഞ്ചായത്ത് സേവനങ്ങൾ വാർഡിലെ ആളുകളെ നമ്മൾ കഴിയുന്നതും പഞ്ചായത്തിലേക്ക് വിടാറില്ല. ഞാനിപ്പോൾ ഈ 5 വർഷവും അവർക്ക് എന്തുണ്ടെങ്കിലും നമ്മളുടെ കയ്യിലാണ് അപേക്ഷ തന്ന് ഞാൻ തന്നെയാണ് അത് നേരിട്ട് പഞ്ചായത്തിൽ പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ എത്തിച്ച് പരമാവധി ആളുകളെ ഞാൻ പഞ്ചായത്തിലേക്ക് വിടാറില്ല. ഞാൻ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. കുടുംബശ്രീ വഴി തന്നെ നമുക്ക് വാർഡിൽ ഒരുപാട് പേര് സ്വയം തൊഴിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കടകൾ അതുപോലെ തന്നെ ബൾബ് ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റ് അതൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മുടെ വാർഡിൽ തന്നെ. അതുപോലെ തന്നെ MLA അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എല്ലാവരുടെയും സഹായത്തിൽ തന്നെ നമുക്ക് ഓരോ വർക്കുകൾ ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ നല്ലൊരു ഇതായിട്ടാണ് നമ്മൾ നോക്കണം. ഓരോരുത്തരുടെയും ബ്ലോക്കിൽ വിഹിതമാണെങ്കിലും ഇപ്പോൾ പഞ്ചായത്ത് വിഹിതമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്കത് എത്തിച്ചേരാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാ വാർഡിലും നല്ല രീതിയിൽ തന്നെ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം നമ്മളത് വെച്ച് തന്നെയാണ് നമ്മളുടെ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യണത്. MLA ഫണ്ടാണെങ്കിലും നമുക്ക് ഇത് അനുവദിച്ച് തന്നത് MLA ഫണ്ടാണ്. ഇനിയും നമുക്ക് MLAയുടെ ഫണ്ട് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ജലം നമുക്കിപ്പോൾ ഏറ്റവും വലിയ വിഷയമാണ്
ഈ ഒരു 5 ഇതായിട്ടാണ് നമുക്ക് ഈ തോടുകളുടെ ഇടയിൽ നമുക്ക് 5 കരയായിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ളത്. ഈ വേലിയേറ്റ സമയത്ത് ഒരുപാട് വീടുകളിൽ വെള്ളം, മുറ്റം വരെ വെള്ളം കയറി, പുതിയ പുതിയ വീടുകളാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ പറയാറുണ്ട്. ഇപ്പോൾ MLA എന്തെങ്കിലും കാര്യങ്ങൾക്ക് പഞ്ചായത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. സൈഡ് പ്രൊട്ടക്ഷൻ നമുക്ക് തോടിന് സൈഡ് പ്രൊട്ടക്ഷനായിട്ട് കെട്ടുകയാണെങ്കിൽ അത്രയും ഇത് വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ വീരമ്പുഴയിൽ നിന്നുള്ള ഈ വെള്ളക്കയറ്റം തടയണതിന് അത് ഡ്രഡ്ജ് ചെയ്യണം. കാരണം അത് അത്രയും വന്ന് മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വെള്ളപ്പൊക്ക സമയത്തൊക്കെ മണ്ണ് നിറഞ്ഞ് ഇതായിട്ട് കിടക്കുകയാണ്. അതാണ് ആ വെള്ളം അതിൽ നിൽക്കാതെ നമുക്ക് കരയുടെ ഭാഗങ്ങളിലേക്ക് വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ അത് ഡ്രഡ്ജ് ചെയ്യാനുള്ള ഒരിത് അധികാരികളിലേക്ക് അതും വരേണ്ടതാണ്. നമ്മളുടെ ഈ ഭാഗം മുഴുവൻ തോടുകൾ, ചെറിയ ചെറിയ കൈത്തോടുകളാണ്. അതിലാണ് ഇപ്പോൾ ഈ വെള്ളം എന്ന് വെച്ചാൽ ഈ വൃശ്ചികപ്പൊക്കം മാത്രമല്ല, ഇപ്പം മിക്ക മാസങ്ങളിലും നമുക്ക് വീടുകളിൽ മുറ്റത്തൊക്കെ വെള്ളം കയറാറുണ്ട്. അപ്പം അതിനൊരു ഇതും കൂടി നമുക്ക് കണ്ടെത്തി തരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. MLA എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം സഹായത്തിന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെയുള്ള ഓരോ ഫണ്ടുകൾ നമുക്ക് കണ്ടെത്തി ഇനിയും വരുന്ന മെമ്പർമാർ, അടുത്ത ഇതിലേക്ക് വരുന്ന ഭരണസമിതി അംഗങ്ങളും അത് ശ്രദ്ധിച്ച് നമ്മുടെ വാർഡിലും ഇതുപോലെ തന്നെ വികസന പ്രവർത്തനം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഭരണസമിതി ഏറ്റെടുത്ത സമയത്ത് കോവിഡ് സമയമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളോട് എല്ലാ ആളുകളും, ചെറുപ്പക്കാരായാലും മരുന്നെത്തിക്കണതിനും അതുപോലെ ഭക്ഷണമൊക്കെ നമ്മൾ ജനകീയ ഹോട്ടലിൽ നിന്നാണ് എത്തിച്ചിരുന്നത്. അതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളാണെങ്കിലും നമ്മൾ എന്ത് കാര്യത്തിനും അവർ വിളിച്ചാലും അതുപോലെ തന്നെ ഞാൻ എത്താറുണ്ട്. അവരുടേതായ കാര്യങ്ങൾക്ക്, എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് തന്നെ ഞാൻ ചെല്ലാറുണ്ട്. അവരും അതേ നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ സഹകരിച്ചത്. എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.